ഹായ് മക്കളെ, ലാസ്റ്റ് വീഡിയോയിൽ എന്താണ് ഡിസൊല്യൂഷൻ ഓഫ് പാർട്ട്ണർഷിപ്പ് എന്നും എന്താണ് ഡിസൊല്യൂഷൻ ഓഫ് ഫേം എന്നും നമ്മൾ വ്യക്തമായിട്ട് പഠിച്ചു കഴിഞ്ഞു. അങ്ങനെയെങ്കിൽ ഡിഫറൻസ് ബിറ്റ്വീൻ ഡിസൊല്യൂഷൻ ഓഫ് പാർട്ട്ണർഷിപ്പും ഡിസൊല്യൂഷൻ ഓഫ് ഫേമും നമുക്കൊന്ന് പഠിച്ചു നോക്കിയാലോ. ഒന്നാമത്തെ പോയിന്റ്, ഫസ്റ്റ് പോയിന്റ്, റിലേഷൻ ഓഫ് പാർട്ട്ണർഷിപ്പ് എമംഗ് ഡിഫറെന്റ് പാർട്ട്നേഴ്സ് ചേഞ്ചസ്. അതാണ് ഡിസൊല്യൂഷൻ ഓഫ് പാർട്ട്ണർഷിപ്പ് എന്ന് പറഞ്ഞാൽ. എന്താണ്? പാർട്ട്നേഴ്സിന്റെ റിലേഷൻഷിപ്പിൽ ചേഞ്ച് സംഭവിക്കുന്നു. എന്നാൽ ഡിസൊല്യൂഷൻ ഓഫ് ഫേമിലേക്ക് നോക്കുകയാണെങ്കിലോ, പാർട്ട്ണർഷിപ്പ് ബിറ്റ്വീൻ ഓൾ പാർട്ട്നേഴ്സ് ഓഫ് ദ ഫേം കംസ് ടു എൻ എൻഡ്. ക്ലിയർ അല്ലേ? പാർട്ട്നേഴ്സ് തമ്മിലുള്ള എല്ലാ റിലേഷൻഷിപ്പ് എന്ത് ചെയ്യുന്നു? അവസാനിക്കുന്നു. കംസ് ടു എൻ എൻഡ്. പറഞ്ഞ കാര്യം ക്ലിയർ? അപ്പൊ വ്യക്തമായിട്ട് മനസ്സിലായല്ലോ. ഓക്കെ, സെക്കൻഡ് പോയിന്റ്, ഡിസൊല്യൂഷൻ ഓഫ് പാർട്ട്ണർഷിപ്പിന്റെ കേസിലേക്ക് നോക്കുകയാണെങ്കിൽ ദ ബിസിനസ് ഈസ് നോട്ട് ടെർമിനേറ്റഡ്. ഇവിടെ ബിസിനസ് എന്ത് ചെയ്യുന്നില്ല? ടെർമിനേറ്റ് ചെയ്യപ്പെടുന്നില്ല, അവസാനിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. എന്നാൽ ഡിസൊല്യൂഷൻ ഓഫ് ഫേമിന്റെ കേസിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ ദ ബിസിനസ് ഓഫ് ദ ഫേം ഇസ് കംപ്ലീറ്റ്ലി ക്ലോസ്ഡ്. അതായത് ബിസിനസ് കംപ്ലീറ്റ് നമ്മൾ എന്ത് ചെയ്യും? ക്ലോസ് ചെയ്യപ്പെടുകയാണ്. എവിടെ? ഡിസൊല്യൂഷൻ ഓഫ് ഫേമിന്റെ കേസിലേക്ക് നോക്കുകയാണെങ്കിൽ. സെറ്റ് ആണല്ലോ എല്ലാവർക്കും അല്ലേ? എന്നാ പിടിച്ചോ, മൂന്നാമത്തെ കേസ്, നോ കോർട്ട് ഇന്റർവെൻഷൻ. അതായത് ഡിസൊല്യൂഷൻ ഓഫ് പാർട്ട്ണർഷിപ്പ് ആണെങ്കിൽ അവിടെ ഒരിക്കലും എന്തിന്റെ ആവശ്യം ഉണ്ടാവുന്നില്ല? നോ കോർട്ട് ഇന്റർവെൻഷൻ ആണ്. അതായത് കോടതി ഇടപെടേണ്ട സാഹചര്യങ്ങൾ അവിടെ ഉണ്ടാകുന്നില്ല. എന്നാൽ ഡിസൊല്യൂഷൻ ഓഫ് ഫേമിൽ ചില സാഹചര്യങ്ങളിൽ എന്ത് ചെയ്യാറുണ്ട്? കോടതി ഇടപെടാറുണ്ട്. വിച്ച് മീൻസ് കോർട്ട് മേ ഇന്റർവെൻ ആൻഡ് ഓർഡർ ഓഫ് ഡിസൊല്യൂഷൻ ഓഫ് ദ ഫേം. പറഞ്ഞ കാര്യം ക്ലിയർ അല്ലേ? ചില സിറ്റുവേഷൻസിൽ ഒരു ബിസിനസ് സ്ഥാപനം അടച്ചു പൂട്ടാൻ വേണ്ടി കോടതി ഉത്തരവിറക്കാറുണ്ട്. ക്ലിയർ? നമ്മൾ പല സിനിമകളിലും കണ്ടിട്ടുണ്ടാവില്ലേ? കോടതി ഉത്തരവുമായിട്ടാണ് വരുന്നത്, നിങ്ങളുടെ കച്ചവടം അടച്ചു പൂട്ടണം, നിങ്ങളുടെ ബിസിനസ് സ്ഥാപനം ക്ലോസ് ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ടുള്ളത്. ക്ലിയർ അല്ലേ? സോ ഇത്തരം സിറ്റുവേഷൻസിൽ ഒരു ബിസിനസ് ക്ലോസ് ചെയ്യേണ്ട സാഹചര്യമാകുമ്പോൾ തീർച്ചയായിട്ടും ചില സാഹചര്യങ്ങളിൽ എന്ത് സംഭവിക്കാറുണ്ട്? കോടതി ഉത്തരവ് പുറപ്പെടുവിക്കാറുണ്ട്. എന്നാൽ നമ്മൾ ഡിസൊല്യൂഷൻ ഓഫ് പാർട്ട്ണർഷിപ്പ് ആണെങ്കിൽ, വിച്ച് മീൻസ് അഡ്മിഷനോ റിട്ടയർമെന്റോ ഡെത്തോ ചേഞ്ച് ഇൻ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയോ അമാൽഗമേഷനോ ഇത്തരം സിറ്റുവേഷൻസ് ആണെങ്കിൽ ഒരിക്കലും എന്ത് സംഭവിക്കുന്നില്ല? കോടതി അവിടെ ഇടപെടുന്നില്ല എന്നുള്ളതാണ് സത്യം. ക്ലിയർ അല്ലേ? അങ്ങനെയെങ്കിൽ നാലാമത്തെ പോയിന്റ് നോക്കാം. ഡിസൊല്യൂഷൻ ഓഫ് പാർട്ട്ണർഷിപ്പിന്റെ കേസിലേക്ക് നോക്കുകയാണെങ്കിൽ അവിടെ നമ്മൾ റീവാലുവേഷൻ അക്കൗണ്ടേക്കും പ്രിപ്പയർ ചെയ്യാം. കാരണം എന്താ? അവിടെ അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് ആർ റീവാല്യൂഡ് ആൻഡ് ന്യൂ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർഡ്. കാരണം ഇവിടെ പാർട്ട്നേഴ്സിനെ മാറ്റമുള്ളൂ, പാർട്ട്നേഴ്സിന്റെ റിലേഷൻഷിപ്പിലെ ചേഞ്ച് ഉള്ളൂ. ഒരു പാർട്ട്ണർ പുതുതായിട്ട് വരുന്നു, ഒരു പാർട്ട്ണർ റിട്ടയർ ചെയ്യുന്നു. ക്ലിയർ അല്ലേ? ഇത്തരം സാഹചര്യങ്ങൾ മാത്രമേ നടക്കുന്നുള്ളൂ. ആയതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യും? ബിസിനസ്സിലെ എല്ലാ അസറ്റിനെയും എല്ലാ ലയബിലിറ്റിയും നമ്മൾ എന്ത് ചെയ്യും? ഒന്നുകൂടി വാല്യൂ ചെയ്യും, റീവാല്യൂ ചെയ്യും. സെറ്റ്. അതോടെ കൂടെ എന്ത് പ്രിപ്പയർ ചെയ്യും? പുതിയ ബാലൻസ് ഷീറ്റ് നമ്മൾ പ്രിപ്പയർ ചെയ്യും. എന്നാൽ നിങ്ങൾ തന്നെ സിമ്പിൾ ആയിട്ട് ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഒരു ബിസിനസ് സ്ഥാപനം അടച്ചു പൂട്ടാണ്. അപ്പൊ നമ്മൾ അസറ്റ് റീവാല്യൂ ചെയ്യോ? ഒരിക്കലും ഇല്ല. നമ്മൾ പുതിയ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യോ? ഒരിക്കലും ഇല്ല. അപ്പൊ അവിടെ എന്താ സംഭവിക്കുക? ലിസൺ, അസറ്റ് ആർ സോൾഡ്, ലയബിലിറ്റീസ് ആർ പെയ്ഡ് ഓഫ് ആൻഡ് ബാലൻസ് യൂട്ടിലൈസ്ഡ് ടുവേർഡ്സ് ദി സെറ്റിൽമെന്റ് ഓഫ് പാർട്ട്നേഴ്സ്. എന്ന് വെച്ചാൽ അസറ്റ് ഒക്കെ വിൽക്കും, ലയബിലിറ്റി ഒക്കെ നമ്മൾ കൊടുത്തു തീർക്കും. മീൻസ് കടങ്ങൾ ഉണ്ടെങ്കിൽ എല്ലാ കടവും നമ്മൾ എന്തെങ്കിലും കൊടുത്തു തീർക്കും. അസറ്റ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യും? എല്ലാ അസറ്റും നമ്മൾ എന്ത് ചെയ്യും? സെല്ല് ചെയ്യും. സ്വാഭാവികമല്ലേ? ഒരു ബിസിനസ് സ്ഥാപനം അടച്ചുവിട്ട് നമ്മൾ എന്താ ചെയ്യുക? നമ്മൾ എന്തൊക്കെയാണോ വിൽക്കാനുള്ളത് ആ വിൽക്കാനുള്ള അസറ്റിനൊക്കെ നമ്മൾ സെല്ല് ചെയ്യും. സിമ്പിൾ, റൈറ്റ്? പറഞ്ഞ കാര്യം ക്ലിയർ അല്ലേ? ഇതാണ് നാലാമത്തെ ഡിഫറൻസ്. അഞ്ചാമത്തെ ഡിഫറൻസ്, ബുക്ക് ഓഫ് അക്കൗണ്ട്സ് ആർ നോട്ട് ക്ലോസ്ഡ് ആസ് ദ ബിസിനസ് ഈസ് നോട്ട് ടെർമിനേറ്റഡ്. എവിടെയാ? ഡിസൊല്യൂഷൻ ഓഫ് പാർട്ട്ണർഷിപ്പിൽ ഒരിക്കലും ബിസിനസ് അവസാനിക്കുന്നില്ല, ബിസിനസ് ടെർമിനേറ്റ് ചെയ്യപ്പെടുന്നില്ല. റൈറ്റ്? ആയതുകൊണ്ട് തന്നെ അവിടുത്തെ കണക്കുകൾ, ബുക്ക് ഓഫ് അക്കൗണ്ട്സ് എന്ത് ചെയ്യുന്നില്ല? ഒരിക്കലും ക്ലോസ് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. ക്ലിയർ? ക്ലോസ് ചെയ്യാത്തത് കൊണ്ടാണ്, അതായത് കണക്കുകൾ കാര്യങ്ങൾ അവസാനിപ്പിക്കാത്തത് കൊണ്ടാണ് നമ്മൾ എന്ത് പ്രിപ്പയർ ചെയ്യുന്നത്? റീവാലുവേഷൻ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത്, ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്നത്. ക്ലിയർ ആണല്ലോ എല്ലാവർക്കും? സെറ്റ് അല്ലേ? ഓക്കെ ആണല്ലോ അല്ലേ? അങ്ങനെയെങ്കിൽ ഡിസൊല്യൂഷൻ ഓഫ് ഫേമിൽ എന്തായിരിക്കും? ബുക്ക് ഓഫ് അക്കൗണ്ട്സ് ക്ലോസ് ചെയ്യും. എന്തുകൊണ്ടാ? എടാ കച്ചവടം അടച്ചു പൂട്ടല്ലേ, ബിസിനസ് ക്ലോസ് ചെയ്യേ നമ്മള്. പറഞ്ഞ കാര്യം ക്ലിയർ ആണോ എല്ലാവർക്കും? സോ ഓൾ ബുക്ക് ഓഫ് അക്കൗണ്ട്സ് ആർ ക്ലോസ്ഡ് ആസ് ബിസിനസ് ടെർമിനേറ്റഡ്. ബിസിനസ് നമ്മൾ എന്ത് ചെയ്യുന്നു? ടെർമിനേറ്റ് ചെയ്യുന്നു. ബിസിനസ് നമ്മൾ ക്ലോസ് ചെയ്യണം കംപ്ലീറ്റ്ലി. ആയതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യും? എല്ലാ കണക്കുകളും നമ്മൾ എന്ത് ചെയ്യും? ബുക്ക് ഓഫ് അക്കൗണ്ട്സ് ക്ലോസ് ചെയ്തിരിക്കും എന്നുള്ളതാണ്. അയ്യവാ, സിമ്പിൾ അല്ലേ കാര്യങ്ങളൊക്കെ? എന്നാ പിടിച്ചോ അവസാനത്തെ പോയിന്റ്, എക്കണോമിക് റിലേഷൻഷിപ്പ് സ്റ്റിൽ കണ്ടിന്യൂസ് ബട്ട് വിത്ത് സം ചേഞ്ചസ്. അതായത് ഡിസൊല്യൂഷൻ ഓഫ് പാർട്ട്ണർഷിപ്പിന്റെ കേസിലേക്ക് നോക്കുകയാണെങ്കിൽ എന്താ സംഭവിക്കുന്നത്? എക്കണോമിക് റിലേഷൻസ് ഉണ്ടാവും. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ, സിമ്പിൾ ആയിട്ട് ആലോചിച്ചേ. എയും ബിയും സിയും പാർട്ട്നേഴ്സ് ആണ്. പറഞ്ഞ കാര്യം ക്ലിയർ അല്ലേ? ഇതിൽ ഒരു പാർട്ട്ണർ റിട്ടയർ ചെയ്തു, സി എന്ന് പറഞ്ഞ പാർട്ട്ണർ റിട്ടയർ ചെയ്തു. അപ്പൊ എന്താ സംഭവിക്കുന്നത്? വീണ്ടും എയും ബിയും തമ്മിൽ എന്തുണ്ട്? എക്കണോമിക് റിലേഷൻ, സാമ്പത്തിക എന്തുണ്ട്? ഇടപാടുകൾ നടക്കും, സാമ്പത്തിക ബന്ധങ്ങൾ ഉണ്ടാകും അവിടെ. പറഞ്ഞ കാര്യം ക്ലിയർ അല്ലേ? അവർ പ്രോഫിറ്റ് വിധിച്ചെടുക്കും, അവർ സാലറി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. പറഞ്ഞ കാര്യം ക്ലിയർ അല്ലേ? സംശയം ഉണ്ടായിരിക്കലും ഇല്ല. അതാണ് എന്ത് പോയിന്റ്? എക്കണോമിക് റിലേഷൻഷിപ്പ് സ്റ്റിൽ കണ്ടിന്യൂസ്. പറഞ്ഞ കാര്യം ക്ലിയർ അല്ലേ? ബട്ട് വിത്ത് സം ചേഞ്ചസ്, ചില മാറ്റങ്ങളോട് കൂടിയായിരിക്കും എന്തുണ്ടാവുക? എക്കണോമിക് റിലേഷൻഷിപ്പ് ഉണ്ടാവുക. ഇവിടെ ഡിസൊല്യൂഷൻ ഓഫ് പാർട്ട്ണർഷിപ്പിൽ. എന്നാൽ ഡിസൊല്യൂഷൻ ഓഫ് ഫേമിന്റെ കേസിലേക്ക് നോക്കുകയാണെങ്കിലോ, എക്കണോമിക് റിലേഷൻഷിപ്പ് എമംഗ് ദി പാർട്ട്നേഴ്സ് കംസ് ടു എൻ എൻഡ്. എന്ന് പറഞ്ഞാൽ എയും ബിയും സിയും തമ്മിൽ ഒരു റിലേഷൻഷിപ്പ് ഇനി ഉണ്ടാവില്ല. എന്തുകൊണ്ടാണ്? കാരണം
എടാ ബിസിനസ് അടച്ചു പൂട്ടിയില്ലേ, ബിസിനസ് എന്ത് ചെയ്തു, നമ്മൾ ക്ലോസ് ചെയ്തില്ലേ, അങ്ങനെയെങ്കിൽ പിന്നെ പാർട്ട്നേഴ്സ് തമ്മിൽ എക്കണോമിക് റിലേഷൻഷിപ്പ് ഉണ്ടാവോ, ഉണ്ടാകത്തില്ല. പറഞ്ഞ കാര്യം ക്ലിയർ അല്ലേ? സോ 6 പോയിന്റ്സ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തു. എക്സാമിനേഷന് സ്ഥിരം ചോദിക്കുന്ന ഒരു ടോപ്പിക്കാണ്. സോ നിർബന്ധമായിട്ടും ഈ ഒരു 4 പോയിന്റ് എങ്കിലും മിനിമം പഠിച്ചിരിക്കാം. നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ ഇത് നിങ്ങൾക്ക് ഉപകാരപ്പെടും. സോ മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, വീണ്ടും കണ്ടുമുട്ടാം, വീണ്ടും ഏറ്റുമുട്ടാം. ഓൾ ദ ബെസ്റ്റ്. നന്നായിട്ട് പഠിക്കാം, നന്നായിട്ട് വളരാം. ടീം സൈലം കൊമേഴ്സ് നിങ്ങളുടെ കൂടെ എപ്പോഴും ഉണ്ടാവും. ഓൾ ദ ബെസ്റ്റ്.